റീസെന്റ് നമ്മൾ ന്യൂസിൽ കണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി ഗവൺമെന്റ് പുതിയതായിട്ട് ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് VBG റാംജി ബിൽ. അപ്പോൾ എന്താണ് VBG റാംജി ബില്ലും അതേപോലെ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള MG നരേഗയും? ഓക്കെ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഓക്കെ, അപ്പോ ഇതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഞാനൊരു ഈസി അനലോജി പറയാം. എന്താന്ന് വെച്ചാൽ MG നരേഗ അഥവാ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം അഥവാ ആക്ട്, ഇതിനെ ഒരു ഡിമാൻഡ് ബേസ്ഡ് വാട്ടർ സപ്ലൈ ആയിട്ടും അതേപോലെ തന്നെ VBG റാംജി ബിൽ വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ ബിൽ, ഇതിനെ ഒരു ടൈംഡ് വാട്ടർ സപ്ലൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ MG നരേഗ ഡിമാൻഡ് ബേസ്ഡ് വാട്ടർ സപ്ലൈ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വില്ലേജിൽ ഒരു കോമൺ ആയിട്ട് ഒരു ടാപ്പ് ഉണ്ടായിരിക്കും. ആ ടാപ്പിൽ അവിടുത്തെ ആ ജനങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ വെള്ളം ആവശ്യം വരുന്നത് അപ്പൊ അവർക്ക് ടാപ്പ് തുറന്ന് അവരുടെ ആവശ്യം അനുസരിച്ച് വെള്ളം എടുക്കാം. ഇനി VBG റാംജി ബില്ലിലാണെങ്കിൽ അതൊരു ടൈംഡ് വാട്ടർ സപ്ലൈ ആണ്. അതായത് ഒരു നിശ്ചിത സമയത്ത് മാത്രമേ വെള്ളം വരുള്ളൂ, ആ സമയത്ത് മാത്രമേ വെള്ളം അവൈലബിൾ ആയിരിക്കുള്ളൂ. അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതിന് ശേഷമോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുകയില്ല. ഓക്കെ, ഇതാണ് അതിന്റെ ബേസ് ആയിട്ട് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു കമ്പാരിസൺ. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? MG നരേഗ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഡിമാൻഡ് ഡ്രൈവൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടാപ്പിന്റെ കേസ് പോലെ തന്നെ, അതായത് ഡിമാൻഡ് ഡ്രൈവൻ എന്ന് പറയുമ്പോൾ ആവശ്യമുള്ളപ്പോൾ ജോലി, അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ വെള്ളം ലഭിക്കുന്നത് പോലെ ഈ MG നരേഗയിൽ ആവശ്യമുള്ളപ്പോൾ ജോലി. ഓക്കെ, ഇനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിലാവട്ടെ സപ്ലൈ ഡ്രൈവൻ ആയിട്ട്, അതായത് കേന്ദ്രമായിരിക്കും ജോബ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ജോലി അവൈലബിൾ ആയിരിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും ജോലി അവിടെ ലഭിക്കുകയില്ല. ഇനി ഇതിന്റെ വർക്ക് ഗ്യാരണ്ടി ഡേയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും MG നരേഗയിൽ 100 ദിവസവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിൽ 125 ദിവസവുമാണ്. ഇനി ഇതിന്റെ ഫണ്ടിംഗ് പാറ്റേൺ എടുക്കുകയാണെങ്കിൽ MG നരേഗയില് യൂണിയൻ ടെറിട്ടറീസിൽ 100% ഫണ്ടും സെൻട്രലി സ്പോൺസേർഡ് ആണ്. അതേപോലെ തന്നെ ബാക്കി സ്റ്റേറ്റിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 90:10 എന്ന റേഷ്യോയിലായിരിക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്തിരുന്നത്. 90:10 എന്ന് പറയുമ്പോഴത്തേക്കും 90% ഫണ്ട് സെൻട്രൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും ബാക്കി 10% സ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും. ഇനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലിലാവട്ടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റും അതോടൊപ്പം തന്നെ ഡൽഹി, പുതുച്ചേരി എന്നീ 2 യൂണിയൻ ടെറിട്ടറീസ് ഉൾപ്പെടെ 90:10% എന്ന പാറ്റേണിലായിരിക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ബാക്കിയുള്ള സ്റ്റേറ്റിലാവട്ടെ 60:40, അതായത് 60% ഫണ്ടും സെൻട്രൽ സ്പോൺസേർഡ് ആയിരിക്കും. ബാക്കി 40% സ്റ്റേറ്റ് ആയിരിക്കണം ഇത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി MG നരേഗയിൽ വന്നിട്ട് വർഷം മുഴുവനും ജോലി ലഭിക്കും. അതായത് ആവശ്യമുള്ളപ്പോൾ ജോലി എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതേപോലെ വർഷം മുഴുവനും ജോലി ലഭിക്കും. ഇനി പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിലാവട്ടെ നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് മാത്രമേ, അതായത് സ്റ്റാറ്റുറ്ററി പോസ്റ്റ് എന്ന് പറയും. അതായത് ഒരു കൃഷി സമയത്ത് ഇതിനൊരു ഇടവേള ഉണ്ടാവും, അതായത് നിയമപരമായ ഒരു ഇടവേള, അതിനെയാണ് സ്റ്റാറ്റുറ്ററി പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ബ്രേക്ക് അവിടെ വരുന്നുണ്ട്. പക്ഷെ MG നരേഗയിൽ വർഷം മുഴുവനും ജോലി ലഭ്യമായിരിക്കും. ഇനി ഇതിന്റെ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരുന്നത് ആരാണ്? ഓക്കെ, MG നരേഗയിലാണെങ്കിൽ അവിടെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഗ്രാമസഭയ്ക്കാണ് മുൻഗണന. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രാമസഭയാണ് ജോലിയും കാര്യങ്ങളും അലോക്കേഷനും ഡീറ്റെയിൽസും എല്ലാം നിശ്ചയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലില് കേന്ദ്രം നിർമ്മിക്കുന്ന പദ്ധതി പ്രകാരമായിരിക്കും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി ലേബർ ബഡ്ജറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താണ് ലേബർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു വർഷത്തിൽ ഗ്രാമങ്ങൾക്ക് എത്ര തൊഴിൽ ദിനങ്ങൾ നൽകണമെന്ന് കേന്ദ്രം അഥവാ സംസ്ഥാനം നിശ്ചയിക്കുന്ന ബഡ്ജറ്റാണ് ലേബർ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, MG നരേഗയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ റേഷൻ കടയിൽ പോയി ആവശ്യത്തിന് അരി വാങ്ങിക്കുന്നത് പോലെയാണ് MG നരേഗയിലെ ലേബർ ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതായത് ആവശ്യാനുസരണം ജോലി. ഇനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബില്ലിലാവട്ടെ നോർമേറ്റീവ് അലോക്കേഷൻ എന്ന് പറയും. എന്ന് വെച്ചാല് കേന്ദ്രം മുൻകൂട്ടി ഒരു തൊഴിൽ ദിവസം, ഇത്ര തൊഴിൽ ദിവസമാണെന്ന് പറഞ്ഞ് ഒരു കോട്ട നിശ്ചയിക്കും. അതായത് ഇന്ന ജില്ലയിലെ ഇന്ന പഞ്ചായത്തില് ഇത്ര തൊഴിൽ ദിവസമാണ് ഉള്ളത് എന്ന് പറഞ്ഞ് കേന്ദ്രം മുൻകൂട്ടി നിശ്ചയിക്കും. അതനുസരിച്ചായിരിക്കും അവിടെ നടപ്പിലാക്കപ്പെടുക. ഓക്കെ, അതിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പോലും ലഭിക്കുകയില്ല, ആ കോട്ടയ്ക്ക് മുകളിൽ ലഭിക്കുകയില്ല. അത്ര ദിവസങ്ങൾ മാത്രമേ അവിടെ ജോലി അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് പറഞ്ഞാല് MG നരേഗയും അതേപോലെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത VBG റാംജി ബില്ലും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. ഇതിന്റെ പൊളിറ്റിക്കൽ ക്രിറ്റിസിസത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ജസ്റ്റ് ഇത് തമ്മിലൊന്ന് നോക്കിയാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇത് രണ്ടും തമ്മിലുള്ള എന്ത് വ്യത്യാസമാണെന്ന്. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, താങ്ക് യു.